ഇത്തവണ നാട്ടിൽ പോയ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നാൽ പിന്നീട് ചിലപ്പോൾ എനിക്കിതൊരു വിഷമായേക്കാം. ഇതിന്റെ അച്ഛന്റെ വീടാണ് കേട്ടോ. അതായത് എന്റെ തറവാട്. മലപ്പുറം ജില്ലയില് വട്ടംകുളത്ത് നിന്ന് കുറച്ചും കൂടെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കാന്തള്ളൂരാണ് നമ്മുടെ തറവാട്. ഇതിന്റെ അച്ഛമ്മയും ഇവരെല്ലാം എന്റെ അച്ഛന്റെ ഭാഗത്തെ വീട്ടുകാരുമാണ്. എല്ലാവരും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ തിരക്കായപ്പോ ഇതിപ്പോ അടച്ചു കിടക്കുന്ന ഒരു വീടാണ്. പക്ഷെ എല്ലാ തവണയും ഞാൻ നാട്ടിൽ വരുമ്പോ അച്ഛൻ ഓരോരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വീട് വൃത്തിയാക്കി അച്ഛമ്മേനെ കൂട്ടി നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം ഇവിടുന്ന് കഴിക്കും. അതൊരു പ്രത്യേക സുഖമാണ്. എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകളാണ് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി തങ്ങി നിൽക്കുന്നത്. ഈ തൊഴുത്തും ചാണകക്കുഴിയും പൊട്ടക്കിണറും കിണറ്റും കരയും പാടും തോടും ജിമ്മിയുടെ കൂടും ഇന്നതൊക്കെ ഓർമ്മകളാണ്. പക്ഷെ അന്ന് അതിനൊക്കെ ഒരു ജീവനുണ്ടായിരുന്നു. ഇവിടുത്തെ വാതിലിനൊക്കെ ഇങ്ങനെ ഒരു തടിക്കഷ്ണം വെച്ചാണ് കുറ്റി വരുന്നത്. ഇപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്തോ ഒരു രസം. ഞാനും അമ്മയും അച്ഛനും രോഹിത്തും കിടന്നിരുന്ന ബെഡ്റൂം ഇവിടെ മുകളിലാണ്. നല്ല വായുവും വെളിച്ചമൊക്കെ കിടക്കുന്ന കുഞ്ഞു കട്ടിലിട്ട ഒരു കുഞ്ഞു മുറി. ഇതായിരുന്നു കേട്ടോ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. ഓവ് എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഓരോന്ന് നോക്കി നടക്കുന്നതിനിടയിൽ എനിക്കൊരു സാധനം കിട്ടി. എന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണ കാസറ്റ്. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇവിടെ VCRൽ ഇതൊക്കെ ഇട്ട് കണ്ടൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ വീട്ടുകാരുടെയും കസിൻസിന്റെയും ഒക്കെ ഒപ്പം എത്ര നല്ല ഓർമ്മകൾ. എത്ര മനോഹരമായ കാലഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. ഇനി അങ്ങനെ എല്ലാവരും കൂടെയുള്ള കുറച്ച് സമയമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. ചിലപ്പോഴല്ല, എന്തായാലും നടക്കില്ല. ഇത് നമ്മുടെ തന്നെ പാഠമാണ് കേട്ടോ. വൈകുന്നേരമായി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാനും ഏറുമ്പന്ത് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ നമ്മളെല്ലാവരും ഇവിടെ കൂടുമായിരുന്നു. പിന്നെ ഇങ്ങനെ പുല്ലൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ വട്ടമാക്കി മാലയാക്കുന്നത് അന്നത്തെ കളികളിലൊന്നായിരുന്നു. ഇപ്പൊ ഈ വീഡിയോക്ക് ശബ്ദം കൊടുക്കുമ്പോൾ തൊണ്ട ഇടറുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കുട്ടിക്കാലം എത്ര മനോഹരമായിരുന്നു എന്നുള്ളതും അതൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള തിരിച്ചറിവും ചിലപ്പോൾ ഇപ്പോഴായിരിക്കാം വരുന്നത്. അങ്ങനെ ഒരു നല്ല ദിവസം കഴിഞ്ഞു. അടുത്ത തവണ വരുമ്പോൾ ഒരു ഓണോ അല്ലെങ്കിൽ ഒരു വിഷുവോ എല്ലാവരുടെയും ഒപ്പം ഇവിടെ കൂടാൻ പറ്റണം എന്നാണ് ഒരു ആഗ്രഹം.